അപ്പോൾ എന്തായാലും നമ്മൾ തോനെ ദിവസമായി മോൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒത്തിരി ദിവസം കൊണ്ട് ഞാനാണല്ലോ കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ മോന് സ്കൂളിലൊന്നും പോകണ്ട, എക്സാമിന് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 21-ാം തീയതി ഒന്ന് പോയാൽ മതി. അന്നും കൂടെ പോകുമ്പോഴത്തേക്ക് എക്സാം ഇനിയിപ്പോൾ +2ൻ്റെ തീരുവാണ്. പിന്നെ തേങ്ങ പൊതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കത്താളുണ്ട്. പിന്നെ ഈ ഒരു പാര ഇരിക്കുന്നതിനെ കൊണ്ട് പിന്നെ അത് മാത്രമല്ല, നമുക്ക് പച്ച തേങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണിപ്പോൾ ഇങ്ങനെ പൊതിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് മോൻ്റെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവിടെ ഞാൻ വോയിസ് കട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ അവിടെ ഞാൻ വേറെ വോയിസ് പിന്നെ ഞാനും കൊടുത്തിട്ടില്ല. തേങ്ങയുടെ വര വെക്കണം പിടിക്കുള്ള. ഗുഡ്. പിന്നെ ഒത്തിരി ദിവസമായിട്ട് ഞാനും വിചാരിക്കുവാണ് മാങ്ങ കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോഴും എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നതിൻ്റെ മാങ്ങക്കറി വെച്ചോളാം. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച മോൻ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ അവൻ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെയൊക്കെ മോൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോൾ കുക്ക് ചെയ്യുന്നതോ പിന്നെ മോൾ ജോലി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ, ജോലി ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മോൾ അത്യാവശ്യം നല്ല ജോലികളും ഇവിടെ വീട്ടിലെല്ലാ കാര്യങ്ങളിലും സഹായിക്കാറും എടുക്കാറും ഒക്കെ ഉണ്ട്. പിന്നെ രാവിലെ 7 മണിക്ക് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കാനായിട്ട് കോളേജിൽ പോകണം. രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കൊട്ടാരക്കര സമയത്ത് എത്താനും പറ്റുള്ളൂ. അത് മാത്രമല്ല വൈകുന്നേരം വരുമ്പോഴത്തേക്ക് 6:30-7 മണിക്കകത്ത് വെച്ചൊക്കെ ആയിരിക്കും മിക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങ് എത്തുന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ടാണ് പിന്നെ വീഡിയോയിൽ അങ്ങനെ എടുക്കുകയും അങ്ങനെ ഒന്നും ചെയ്യാത്തത്. പിന്നെ കല്ലിലരയ്ക്കുന്നത് നമ്മൾ നേരത്തെ അങ്ങ് ഒഴിവാക്കിയതാണ്. കല്ലിലരയ്ക്കാനായിട്ട് പറ്റത്തില്ല. കൈ ഇങ്ങനെ പിടിച്ചരയ്ക്കാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല, കൈയുടെ മുകൾ ഭാഗത്ത് കുഴയുടെ അവിടെയായിട്ട് അത്യാവശ്യത്തിന് ഒരു വലിപ്പമുള്ള ഒരു മുഴ ഉണ്ട്. അപ്പോൾ അത് വേദന ഉള്ള മുഴ ആയതുകൊണ്ടാണ് നമ്മൾ കല്ലിലിങ്ങനെ പിടിച്ചരപ്പിക്കും അങ്ങനെ ഒന്നും ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് കോളേജിന് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ അങ്ങനെ എടുക്കാത്തത് വേറെ ഒന്നുമല്ല, ചെറിയൊരു ചമ്മലും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ അവളങ്ങനെ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. പിന്നെ നേരത്തെ മാങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ളവും ഉപ്പുനീരും ചേർത്തിട്ട് മുന്നേ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങയെല്ലാം അരച്ച് ചേരുവയെല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ തന്നെ ആദ്യം 2 പച്ചമുളകും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയെല്ലാം കൂടെ വെച്ച് അരയ്ക്കുന്നത് കേട്ടോ. കട്ട് ചെയ്ത് അപ്പോൾ 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ ഒഴിച്ചേറി വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ലത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ മലക്കറിയിൽ കിട്ടുന്ന മുളകുണ്ടല്ലോ, പച്ചമുളക് വെച്ചിട്ട് മിക്കുള്ളതിന് ഞാൻ ഇത് തന്നെയാണ് ഇവിടെ അരയ്ക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ നട്ട സമയത്ത് പച്ചമുളകിൻ്റെ വിത്തൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മാത്രം പൊടിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോയിലൊന്നും നമ്മൾ കാണിക്കാതിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചെടുക്കണം. ചെറിയ ഉള്ളി ഒരു 3-4 എടുത്ത് വെച്ചിട്ടുണ്ട്, അത്രയും വേണ്ട. കടുക് വറുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വോയിസ് വരുന്നത് ഇങ്ങനെ ഓരോന്ന് എടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ, ഇന്നത് ചേർക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അതാണ് വരുന്നത്. പിന്നെ ഞാൻ വോയിസ് കട്ട് ചെയ്ത് മാറ്റും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, അതാണ് അങ്ങനെ കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് അരഞ്ഞാന്നും കൂടെ ഒന്ന് നോക്കാനായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം കൊണ്ട് അരയ്ക്കുമായിരുന്നു. ഇനി ഇടയ്ക്ക് അരഞ്ഞോ ഇല്ലേന്നൊക്കെ നോക്കിയത് വേറെ ഒന്നും അല്ല, മോൻ അരയ്ക്കുന്നതിനെ കൊണ്ട് ഇപ്പോൾ ഞാനാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റുമല്ലോ എത്രത്തോളം അരഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അത്തി കൂടെ അരയാനായിട്ട് ഉണ്ടായിരുന്നു, അതാണ് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തത്. പിന്നെ കടുക് വെച്ച് അരയ്ക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള താത്ത പറഞ്ഞായിരുന്നു കടുക് വെച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ കറിക്ക് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒഴിച്ചേറിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജീരകമാണ് ചേർക്കുന്നത്, കടുക് അങ്ങനെ അധികം ചേർത്തിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ താത്ത പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെയും കൂടെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കടുക് വെച്ചത്. പിന്നെ കറിവേപ്പിലയുടെ കൂടെ 2-3 കല്ലുപ്പ് വെച്ചത് വേറെ ഒന്നുമല്ല, നേരത്തെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പിലയുടെ കൂടെ 2-3 കല്ലുപ്പും കൂടെ വെച്ച് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറിവേപ്പിലയുടെ മണം പോകത്തില്ല, നല്ല ഒരു ടേസ്റ്റാണെന്ന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് മോനൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ 2-3 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ അല്ലാതെ കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ പറയുന്ന വോയിസിൽ. കാരണം ഞാൻ വോയിസ് ഇട്ട് മോന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് കല്ലിൽ മൊത്തത്തിൽ ആവും, അവിടെ സൈഡിലൊക്കെ ആവും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. മോനാണ് അരച്ചെടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ വരും. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ പഠിച്ചിരിക്കുന്നത് വേറൊന്നും അല്ല. ഇപ്പോൾ കല്ലിൽ അരച്ചെടുക്കുവാണെങ്കിലും മിക്സിയിലാണെങ്കിലും ഇതിൻ്റെ ചേരുവയെല്ലാം അറിഞ്ഞിരിക്കുവാണെങ്കിൽ അവർക്ക് നാളെ ഒരു സമയത്ത് അവരിപ്പോൾ തനിച്ചാണെങ്കിലും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമോ മാറി നിൽക്കേണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുക്ക് ചെയ്തെടുക്കാനൊന്നും ഒരു പാടും വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഓരോ കുക്കിങ്ങിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും എടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ പെൺകുട്ടികൾ മാത്രമേ ജോലി ചെയ്യാവൂ അങ്ങനെ ഒന്നുമില്ല. ആൺകുട്ടികളും ജോലി ചെയ്യുന്നതും അത്യാവശ്യം പാചകങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നതും നല്ലതാണ്. ഭാവിയിൽ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഉപകാരമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പൊതുവിൽ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും പൊതുവിൽ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ എന്നും വിചാരിക്കുന്നത്. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെ അങ്ങനെ എന്തെങ്കിലും ആണ്, ജോലി ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത്യാവശ്യം പാചകം പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ സ്വന്തമുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ അടുപ്പിൽ വെക്കുന്നില്ല, ഇനിയിപ്പോൾ ചേരുവയൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇറക്കി മാറ്റിയത്. അതിൻ്റെ ചൂട് കുറച്ചും കൂടെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. വലിയ ചൂടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ചേർത്ത് കൊടുക്കുമ്പോൾ അതില്ല പിരിഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ഇനിയിപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി ഇരിപ്പുണ്ട്. അവിടെ ഞാൻ തീ ഇട്ടിരിക്കുന്നത് കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം മാങ്ങാക്കറിക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങയുടെ ചേരുവ ചേർത്തതും കടുക് വറുക്കുന്നതും ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ ഇത് ചൂടായതിന് ശേഷം ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഇട്ട് കൊടുക്കുന്നില്ല, കടുക് നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ച് ജീരകം ചേർത്ത് കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ അടുത്തത് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഒഴിച്ചെറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവയും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ട് മാങ്ങാക്കറി ഒന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. നമ്മൾ അരപ്പ് ചേർത്തിട്ട് നമ്മളത് ചൂടാക്കിയിട്ടില്ലല്ലോ, മാങ്ങ ചെറിയ ചൂടുള്ളപ്പോഴത്തേക്കാണ് അതിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചേരുവ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മാങ്ങ ഒഴിച്ച് കറിയുടെ ഒരു വീഡിയോയും അതുമാത്രമല്ല മാങ്ങ കറി വെച്ചതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു. ഇടയ്ക്ക് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരായ്മകളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, അതൊക്കെ ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിലുള്ള മാങ്ങ കറി വെച്ചെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. തറയൊക്കെ തൂത്ത് തുടച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് പഴയത് കണക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.